ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹനുമാൻ കൈൻഡിന്റെ മറ്റൊരു ആൽബം വന്നിട്ടുണ്ട്. ഇതിനു മുമ്പത്തെ ആൽബം നമുക്കറിയാം, പുള്ളിയുടെ ഇന്റർനാഷണൽ ലെവലിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു ആൽബം തന്നെയായിരുന്നു. നമ്മുടെ റൈഫിൾ ക്ലബിനകത്ത് അഭിനയിച്ച് അതിനകത്തും ഒരുപാടില്ല, ആ കുറച്ച് സീൻസേ ഉള്ളെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു അത് എന്നുവെച്ചാൽ പുള്ളിയുടെ ഒരു സ്വാഗ് ഒക്കെ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. പുള്ളിയുടെ ഇപ്പൊ സോങ് കാണുമ്പോഴും പുള്ളിയുടെ വീഡിയോയ്ക്കകത്തൊക്കെ പുള്ളിയുടെ ഒരു സ്വാഗ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ആളാണ്, സൂരജ് എന്നാണ് പേര്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇപ്പൊ ഈ ഒരു ആൽബം, രണ്ടാമത്തെ ആൽബം അല്ല പുള്ളിയുടെ, ഇപ്പൊ ഇതിനു മുമ്പ് ഒരുപാട് ആൽബം ഉണ്ട്. ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിച്ച് രണ്ടാമത്തെ 8 ദിവസമായി. ഇപ്പൊ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് 8 ദിവസമായിട്ടുണ്ട്. ഇപ്പോഴും ട്രെൻഡിങ് വണ്ണി തന്നെ നടക്കണം. അപ്പോൾ നമുക്കറിയാം ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ശ്രദ്ധിക്കുന്ന പാട്ടുകളൊക്കെ ആ ഒരു ട്രെൻഡിങ് അത്രയും ദിവസത്തേക്ക് നിൽക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ഈ ഒരു സോങ് ഇട്ട് നോക്കാം. റണ്ണിറ്റ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മുടെ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഇത് നമ്മുടെ മാർഷൽ ആർട്സ് എല്ലാം കാണിക്കുമോ ഇന്ത്യയിലെ? ഗരുഡൻ ഗരുഡൻ ഒരു വെറൈറ്റി ബീച്ച് മാറുന്നു. From angry and mad to happy and glad to find a solution for us. We go from sorry and sad to ready to grab our weapons and keep to the fun. I want the money, the cash, the mool of the bag, the currency stacking it up. We want the freedom to live and the freedom to have. The things will be lacking, my bruh, so what are we lacking? I could point it out, so much that's around. Better settle down, no point doing that. Don't they send a hound, find me in the ass, put me in the ground, turn me into ash, got to carry down. From those who came up before me, I'm here to change the story. Find me a work in the morning. Find me with people I'm on it, man. Your death is around every corner. When I get in the dark, you act like an animal corner. Savage is speaking a language, you don't understand you were born in. But nobody needs an advantage now. We need some balance and order. But you know that's never the case. Never a chance that they changing their ways. It's never a choice that they're giving to you. There will never be just in the face. We sit with the sorrow and that's what I think. You wanna follow, it's just you and me. I swear that it's coming, we started the day, but we wake up tomorrow and things are the same. Damn. ഞാൻ ഷൂട്ട് ചെയ്തത് അതിന്റെ പേരെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹനുമാൻ കൈൻഡിലുള്ള നമ്മുടെ മാർഷൽ ആർട്സും പിന്നെ തെയ്യം, പിന്നെ എന്താ വെള്ളാട്ടം, ഗരുഡൻ മാറി മാറി ഒരു 2-3 ടൈപ്പ് ഉണ്ടായിരുന്നു. ആദ്യം ഒരു നോർമൽ ടൈപ്പ് വന്നിട്ട് പിന്നെ ആ ബീറ്റ് കുറച്ച് സ്ലോ ആയിട്ട് പിന്നെ അത് ഇങ്ങനെ കൂടി വന്ന് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മള് സാധാരണ ഒരു ഇംഗ്ലീഷ് റാപ്പ് കേൾക്കുന്നോട്ടല്ല, എന്നുവെച്ചാൽ ഇതിനകത്ത് അറിയാം, നമുക്ക് ഇതിനകത്ത് കൂടുതൽ വിഷ്വലി കാണിച്ചാൽ നമ്മുടെ ഇന്ത്യൻ മാർഷൽ ആർട്സുകളും നമ്മുടെ കേരളത്തിലെ കുറച്ച് കലകളും ചെണ്ടയുടെയൊക്കെയാണ് കാണിച്ചത്. അപ്പം ആ ഒരു വിഷ്വലിന് പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ ഇതിനകത്ത് തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻസിലെ ഇപ്പൊ ചെണ്ടയടി അതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു മിക്സ് ചെയ്തെന്ന് വെച്ചാൽ വെസ്റ്റേണും ഉണ്ട്, പക്ഷെ നമ്മുടെ കൾച്ചറിലെ 1-2 ഇൻസ്ട്രുമെന്റ്സ് കൂടെ മിക്സ് ചെയ്തിട്ട് വേറൊരു വ്യത്യസ്തമായ ഒരു
പാട്ടായിട്ടാണ് ഇത് വന്നേക്കുന്നത്, ഇല്ല റാപ്പായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഇതുവരെ കാണുന്ന ഒരു നമുക്കൊരു ഇംഗ്ലീഷ് റാപ്പ് അറിയാം, അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം, ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ട്രെൻഡിങ്ങിലാണ് ഇത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സംഭവം നമ്മൾ പുള്ളിയുടെ അറിയാം, പുള്ളിയുടെ ചാനൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്റർനാഷണൽ ഒരുപാട് പേര് ചെയ്യുന്നതാണ്. ഇപ്പൊ തന്നെ ഒരുപാട് റിയാക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഫോറിനേഴ്സ് ഇത് കാണുമ്പോൾ അവർക്കൊരു പുതുമ തോന്നുന്നുണ്ട്. അവർ ഇതുവരെ കാണുന്നൊരു എന്താണ് ഒരു റാപ്പ് രീതിയല്ല, ഇതിനകത്ത് ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങൾ മിക്സ് ചെയ്തിരിക്കുന്ന രീതി, ട്യൂൺ ചേഞ്ച് വന്നേക്കുന്നത്, വിഷ്വൽ വന്നേക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ട്യൂൺ ചേഞ്ച് വന്ന് പിന്നെ മൊത്തത്തിൽ. അപ്പൊ അതൊരു ഇപ്പം ഈ റാപ്പ് സ്ഥിരം കേൾക്കുന്നവർക്ക് ഇതൊരു പുതുമയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കും ഇപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് റാപ്പ് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇതുവരെ കുറെ റാപ്പ് കേട്ടത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ടൊരു വ്യത്യസ്തത തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതുപോലുള്ള വ്യത്യസ്തത നമുക്ക് ഹനുമാൻ കൈൻഡിന്റെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ പുള്ളി എന്തൊക്കെയോ ചെയ്തു കൂട്ടാനുണ്ട്. അപ്പൊ കഴിഞ്ഞ ഇതിനകത്താണെങ്കിലും ഭയങ്കര ഒരു പുതുമ നമുക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പത്തെ ആൽബം. ഇത് വന്നപ്പോഴത്തേക്കും ഇത് ഇന്റർനാഷണൽ ലെവലിൽ ഭയങ്കരമായിട്ട് ഇപ്പൊ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ വ്യൂവേഴ്സ് ആണെങ്കിലും ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്ന ഒരു 3-4 വർഷം കൊണ്ട് നമുക്ക് ഒരു ടോപ്പ് 5-നകത്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു റാപ്പ് സോങ്ങർ ആയിരിക്കാം ഹനുമാൻ കൈൻഡ്. ആ ഒരു ലെവലിലോട്ട് പുള്ളിയുടെ വളർച്ച വരുമെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്തോരം അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു ആൽബത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു നിർത്തുന്നു. ഓക്കെ, ബൈ.